ഗെയ്സ് കാട്ടാളന്റെ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര് അടുത്ത് ഇൻബോക്സ് എന്ന് ചോദിച്ചിരുന്നു റിവ്യൂ പറയാവുന്ന റിവ്യൂ നമ്മൾ പോസിറ്റീവ് റിവ്യൂ ഉറപ്പായിട്ട് നമ്മൾ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാണ്ട് എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ ഇതൊരു മാസ് പടമാണ്. മാസ് പടത്തിന്റെ ഇതിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് മൊത്തം വില്ലന്മാരുടെ ഒരു പടമാണ്. മൊത്തത്തിൽ വില്ലന്മാരുടെ പടമാണ്. നിങ്ങൾക്ക് പെപ്പേനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പോരുന്ന് കണ്ടോ. പെപ്പയുടെ അടി അങ്ങോട്ടടി ഇങ്ങോട്ടടി തെക്കോട്ടടി വടക്കോട്ടി മൊത്തത്തിൽ ഒരു അടിയുള്ള പടമാണ്. മൊത്തത്തിൽ ഇതിനകത്ത് അടിയേ ഉള്ളൂ. ആദ്യത്തെ അവസാനം വരെ ഇതിനകത്ത് അടിയാണ്. അടിയും കൊലയും കൊലപാതകമാണ് ഈ സിനിമ. അങ്ങനെ ഒരു സിനിമയാണിത്. ചില സ്ഥലത്തൊക്കെ ഈ ഫൈറ്റ് സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ വൈറ്റ് ഷോട്ട്, ഫോറസ്റ്റിന്റെ അകത്തുള്ള വൈറ്റ് ഷോട്ട്സും ആന്റീസും ഒക്കെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാണിക്കാൻ വേണ്ടിയിട്ട് ബീജംസ് ഉണ്ട്. അങ്ങനെ കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ നോക്കിയെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ സിനിമയിൽ, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം നമുക്ക് ഇറങ്ങി പോവാൻ തോന്നും. എന്റെ കൂടെ ചാർലിയാണ് വന്നത്. ചാർലി അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് പറയാൻ അറിയത്തില്ല ഗെയ്സ്. മാർക്കോ പോലെ എടുക്കാൻ ഉദ്ദേശിച്ചതാണെന്ന് എന്റെ വിശ്വാസം. എന്തോ ആയി പോയി. പക്ഷേ സിനിമ വേറെന്തോ ആയി പോയി. പടം എന്തുവായാലും അത്ര ചോദിക്കാണ്ടുള്ളൂ സീരിയസ്ലി. പക്ഷേ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അതാണ് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞത്. നമ്മൾ നെഗറ്റീവ് മാത്രം പറയുന്നത്, പോസിറ്റീവ് പറയുന്നത്. പോസിറ്റീവ് ആരെങ്കിലും ടിക്കറ്റ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ എന്താണ്, ഡയറക്ടർ ബൈന്ന് എഴുതി കാണിച്ച ഉടനെ ആരും തിയേറ്ററിൽ ഇറങ്ങി പോയി കളയരുത്. അതിനുശേഷം ഒരുപാട് സീൻസ് ഉണ്ട്. അതിനുശേഷം അതിനുശേഷം മറ്റേ എൻ കാർഡൊക്കെ കാണിക്കും. അതിനുശേഷം ഒരു സീനൊക്കെ ഉണ്ട് ഗെയ്സ്. അതിനുശേഷം ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ആരും ഫുള്ള് കഴിയാണ്ട് സിനിമയ്ക്കകത്ത് ഇറങ്ങി പോകരുത്. കാരണം ഓൾസോ ഒരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല അയാളാണ് ക്യാമിയോ ആയിട്ട് വരുന്നതെന്നുള്ളത്. പക്ഷെ അയാളാണ് ക്യാമിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത്രേ ഉള്ളൂ. ഓരോരുത്തർക്ക് ഓരോ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. ഓരോരുത്തരും വാച്ച് ചെയ്യുന്നത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ്, അവർക്ക് ഇഷ്ടം തോന്നുന്ന അനുസരിച്ചാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്റെ ഒപ്പീനിയൻ ആയിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ. നിങ്ങൾ കാണുന്ന വ്യൂ വേറെ ആയിരിക്കും, ഞാൻ കാണുന്ന വ്യൂ വേറെ ആയിരിക്കും. പക്ഷേ ക്യാമറ വർക്ക്സ് കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് എടുക്കുമ്പോഴും ആംഗിൾസ് എടുക്കുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, മാസാണ് സിനിമ അവർ ഓൾറെഡി പറഞ്ഞിട്ടാണ് ഇറക്കിയത്. പക്ഷേ ഓവർലോഡ് മാസമായി പോയി. മാസം അവിടെ വർക്കായില്ല, അതാണ് സംഭവം തോന്നുന്നു. ഒരു ലോഡ് മാസാക്കിയവർ ഒരു ലോഡ് മാസം എടുത്തിട്ടപ്പോഴത്തേക്ക് ഓവർലോഡ് ആയി പോയി. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ചില പാട്ടും ചില ബീജിയം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ഇത് ഏതൊക്കെ സിനിമയിൽ എടുത്ത് വെച്ചേക്കുന്ന ആടാന്ന്. സീരിയസ്ലി ഞാൻ അവിടെ നിന്ന് പാട്ട് വരെ പാടി. അതിന്റെ ചില സിനിമയിൽ ചില പാട്ടിന്റെ സെയിം ഒക്കെ ഇതൊക്കെ വന്നിട്ടുണ്ട്. എവിടേക്ക് കുറേ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ പിന്നെ എല്ലാ സിനിമയിലും മിക്കവാറും എല്ലാ സിനിമയിലും വരുന്നുണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും. എന്നാലും ടിക്കറ്റ് എടുത്തവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ഈ ആനയുടെ സീനൊക്കെ ഉണ്ട്. ആനയുടെ സീനൊക്കെ നല്ലയാ. ആനയുടെ അപ്പൊ അതൊക്കെ പോയിരുന്ന് കാണാം. ആനയുടെ സീൻ കാണാം. പിന്നെ ബീജിയംസ് കേൾക്കാം. കാരണം പിന്നെ നല്ല കുറച്ച് ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഫൈറ്റ് സീൻസ് നല്ല കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അതിലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയിരുന്ന് കാണുന്നത് നല്ലതാണോ? പറയാൻ വിട്ടു. ഇതിനകത്ത് ഹനാൻ ഷായൊക്കെ ഉണ്ട്. ഹനാൻ ഷാ ഹിപ്സ്റ്ററൊക്കെ ഉണ്ട്. ഹിപ്സ്റ്റർ ഓൾറെഡി മൂവിയിൽ അഭിനയിച്ചില്ല. ഹനാൻ ഷായ്ക്ക പാട്ടുപാടാൻ സിനിമയായിട്ട് പാട്ടുപാടാൻ നമുക്ക് നന്നായിട്ട് അറിയാം. ആള് പാട്ട് പാടുന്നതായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്ക് ഒരു ഡയലോഗ് കൊടുത്തിട്ടോ. പക്ഷെ എനിക്കെന്താ, എന്റെ പേഴ്സണൽ മാത്രമാണ്. ഓരോരുത്തർക്ക് ഓരോ കഴിവായിരിക്കും. എനിക്കിപ്പോ എന്ത് കഴിവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കില്ലേ. അതുപോലെ ആളുടെ കഴിവ് പാട്ടുപാടാനാണ്. വിൽക്കാനായിട്ട് അയാൾ പാട്ട് പാടും. ആളുടെ കഴിവ് പാട്ടുപാടാനാണ്. അടിപൊളിയായിട്ട് അയാൾ പാട്ട് പാടും. അടിപൊളിയായിട്ടൊക്കെ പാട്ട് പാടും. അത് നമ്മളെല്ലാം സമ്മതിച്ചൊക്കെ പറ്റുള്ളൂ. പക്ഷെ എന്തോ എനിക്ക് അഭിനയത്തിൽ അങ്ങനെ അത്ര മേ ബി ഇനിയിപ്പോ അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞിട്ടാണോ അറിയത്തില്ല. ആളുടെ എക്സ്പ്രഷൻസ് ഒന്നും അങ്ങനെ എനിക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഡൈജസ്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടല്ലോ, നീ പോയി അഭിനയിച്ച് കാണിക്കും, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്താണ് ചോദിച്ചു വരുന്നത് കേട്ടോ. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ആൾക്കുള്ള കഴിവ് എന്തായാലും ആൾക്ക് നല്ല മനസ്സുള്ള ഒരാളാണ്. ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പാട്ട് പാടുന്ന മനുഷ്യനുമാണ്. അപ്പൊ പാട്ട് പാടുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ. പക്ഷെ എന്തോ സിനിമയ്ക്കകത്ത് ഡൈജസ്റ്റ് ആയില്ല എനിക്ക്. മേ ബി ആൾക്ക് ഡയലോഗ് കൊടുക്കാത്തതായിരിക്കും. ഒരു ഡയലോഗ് പോലും ആൾക്കില്ല സിനിമയിൽ. ഇതൊക്കെ സ്പോയിലർ ആണെന്ന് വിചാരിക്കേണ്ടത്. ഇതൊക്കെ സ്പോയിലറേ അല്ല. ഇതൊക്കെ ആ സിനിമയ്ക്ക് ആദ്യം തൊട്ടൊക്കെ ഉള്ളതാ. ഇതൊന്നും സ്പോയിലർ അല്ല. സ്പോയിലർ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്പോയിലർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതെന്നാണ്, ആരാണ് ക്യാമിയോ തന്നെയാണ് സ്പോയിലർ. അല്ലാണ്ട് ഇതിനകത്ത് വരുന്ന നടന്മാരുടെ പേര് കൂടി എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലത്തെ എടുത്ത പടമാണ്. തമിഴോ തെലുങ്കോ കന്നഡയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അതിലേക്ക് നടന്മാരാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ നിന്ന് കുറച്ചുപേരേ ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ ഏതോ ഭാഷയാന്ന്.